ഡേറ്റ് തരൂ എന്നൊക്കെയാണ് പണ്ട് ചോദിക്കുന്നത്. അപ്പം അതല്ല, ഇവർ കഥ കേൾക്കുമെന്നാണ് ചോദിക്കുന്നത്. അത് വലിയ മാറ്റമാണ്. ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ ചോദിക്കുന്നത് നമുക്കൊരു ഡേറ്റ് താ എന്നുള്ളത് മാറി ഒരു കഥ കേൾക്കുമോ, ഒരു ത്രെഡ് ഉണ്ടെന്ന് കേൾക്കുമോ എന്ന് ചോദിക്കുന്നത് ആ മാറ്റമാണ്. ഒട്ടും ജസ്റ്റിക്കുലേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഒരു തരത്തിലുള്ള ബോഡി ലാംഗ്വേജും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഈ ബിലാലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പുള്ളി സെയിം പറഞ്ഞിരുന്നു. ബിലാൽ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു, ഇത് ബ്രീഫൊക്കെ ചെയ്തു. പക്ഷേ ബിലാലിൻ്റെ ഒരു എങ്ങനെയാണ് ബിലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് മമ്മൂക്ക പിടിച്ചൊരു മീറ്ററിൽ, ആ മീറ്റർ അല്ല, പക്ഷെ വന്നപ്പോൾ മമ്മൂക്കയുടെ മീറ്റർ എന്തായിരുന്നു, ആ മീറ്ററിലേക്ക് ഞങ്ങൾ വരികയായിരുന്നു. ഇപ്പം നോക്കിയാൽ അറിയാം, ഈ ആ സമയത്ത് ചർച്ച ചെയ്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ട ഒരു എന്താ പറയുക, ഒരു അണ്ടർ പ്ലേ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു അതുവരെയുള്ള കഥാപാത്രത്തിലോ ലെങ്തി ഡയലോഗ് വരുമ്പോൾ ഭയങ്കര മിനിമലായി സംസാരിക്കുന്നു, എക്സ്പ്രഷൻ കൊണ്ട് അല്ലെങ്കിൽ മൂവ്മെന്റ്സ്, അങ്ങനെ ഒരു വലിയ കാര്യമായിട്ട് കൊണ്ടാടപ്പെടുന്നുണ്ട്. അന്ന് ആൾക്കാർക്ക് എന്താ പറയുക, സ്റ്റോൺ ഫേസ്, പിന്നെ മരം പോലെയാക്കി മമ്മൂക്കയെന്ന് അമലിനോട് പരാതിപ്പെട്ടിരുന്നു എന്ന് പോലും പറയുന്നുണ്ട്. അത് പക്ഷെ മമ്മൂക്ക ആ സമയത്ത് ഇത് ഒരു സക്സസ്ഫുൾ മോഡൽ ആവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു സട്ടിൽ വേ, ഈ ഒരു അണ്ടർ പ്ലേ എന്നുള്ളത് അത് വരാനിരിക്കുന്ന കാലത്തോടെ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഓരോ മനുഷ്യനും ഓരോ രീതികളുണ്ട്. ഒട്ടും ജസ്റ്റിക്കുലേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഒരു തരത്തിലുള്ള ബോഡി ലാംഗ്വേജും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതൊക്കെയാണ് ആലോചിക്കേണ്ടത്. ഇയാൾ കൈ വീശുമോ, കൈ എടുക്കുമെന്ന് അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നില്ല. മുഖത്തുമില്ല എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജും നമ്മുടെ ഡയലോഗും തമ്മിൽ മാച്ച് ചെയ്യണം. നമ്മുടെ എക്സ്പ്രഷനും ബോഡി, ഈ നമ്മളൊരു മനുഷ്യൻ പൂർണ്ണമായിട്ടും ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. കൈ കൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും തലകൊണ്ടും ഒക്കെ അയാൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കഥാപാത്രത്തിനും ഓരോ രീതിയിലാണ് ആ ജീവിതങ്ങൾ പോകുന്നത്. അതങ്ങനെയൊക്കെ വളരെ ചിന്തിച്ച് പറയുന്ന കാര്യങ്ങളല്ല, പക്ഷേ നമ്മളങ്ങനെ ആലോചിക്കും. മനസ്സുണ്ട് ഇയാളിങ്ങനെ വേണ്ട, ആളെങ്ങനെ വേണം, കൈ വീശാതെ നടക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മുന്നറിയിപ്പിൽ രാഘവൻ കൈ ആട്ടാറേ ഇല്ല, ചുമ്മാ കൈ രണ്ടും കെട്ടി തൂക്കിയിട്ട് നടക്കുന്ന ആളാണ്. അത് 10 കൊല്ലം മുമ്പാണ് കേട്ടോ. അല്ല, അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും ഓരോന്നുണ്ട്. ഈ മൊമെൻ്റ് ഏതാ? ഇപ്പോൾ മമ്മൂക്കയോട് കഥ പറയുന്നു, ഇപ്പോൾ നമ്മൾ ആളുകൾ വെറുതെ പറയും ഹോംവർക്കൊക്കെ ചെയ്യുന്നു, ഇപ്പോൾ മമ്മൂക്കയോടെ ഹോംവർക്ക് ചെയ്യാനാണ് സ്ട്രേറ്റ് ക്യാരക്ടറിലേക്ക് വരികയാണല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടിപ്സ് എവിടെ നിന്ന് പിടിക്കുന്നു? 1-2 ദിവസം കൊണ്ട് നമുക്ക് നമ്മളിലേക്ക് വരും. അത് പിടിക്കുന്നൊന്നുമല്ല, ചെല്ലുമ്പോൾ നമുക്ക് രാവിലെ ചെല്ലുമ്പോൾ അവിടുന്ന് അന്തരീക്ഷത്തിൽ നിന്നൊന്നും കിട്ടുകയില്ല. ആ സെറ്റിലും ആ അറ്റ്മോസ്ഫിയറും ആ കോസ്റ്റ്യൂമും ഒക്കെ ഇട്ട് നമ്മളൊന്ന് രൂപമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ അറിയാം ഇത് ഞാനല്ല മറ്റേ ആളാണ്. അവിടെയാണ് നമ്മളിത് ആ വേഷത്തിനും അതിനൊക്കെ അതിൽ നിന്ന് കുറേയൊക്കെ കിട്ടും. പിന്നെ ഈ കഥ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഡയലോഗിലും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരും കൂടെ മൊത്തം ഒരു അന്തരീക്ഷം ഉണ്ടാവും, ഒരു ആംബിയൻസ് ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് ശരിയാവും. അപരിചിതരാണല്ലോ, കാരണം വെച്ച് കഴിഞ്ഞാൽ തൊഴിലിൽ അപരിചിതരാണ്, പെരുമാറ്റത്തിൽ അപരിചിതരാണ്. അപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള അപരിചിതരായ മനുഷ്യരിലേക്കാണല്ലോ നമ്മൾ പ്രവേശിക്കുന്നതും പിന്നെ അവരായിട്ട് തന്നെ പെരുമാറാണല്ലോ. ഇപ്പം ഇത് അവർ തന്നെയാണ്. അവർ വേറെ ആളുകൾ തന്നെയാണ്, നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ നമ്മളെല്ലാം ആരും കണ്ടിട്ടുള്ളവരിലായി കാണാൻ പോകുന്നത്. മൈക്കിളപ്പാൻ നമ്മൾ വിളിക്കുന്ന മൈക്കിൾ വേറെ ആരും കണ്ടിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് അതാണ് അയാൾ. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഒരു വരച്ചുണ്ടാക്കാൻ പറ്റും. നേരത്തെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഡേറ്റിലേക്ക് പോയി, അങ്ങനെ ഡേറ്റ് വാങ്ങിച്ചിട്ട് സ്ക്രിപ്റ്റ് ഒരു ഡേറ്റ് തരൂ എന്നൊക്കെയാണ് പണ്ട് ചോദിക്കുന്നത്. അപ്പോൾ അതല്ല, ഇവർ കഥ കേൾക്കുമെന്നാണ് ചോദിക്കുന്നത്. അത് വലിയ മാറ്റമാണ്. ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ ചോദിക്കുന്നത് നമുക്കൊരു ഡേറ്റ് താ എന്നുള്ളത് മാറി ഒരു കഥ കേൾക്കുമോ, ഒരു ത്രെഡ് ഉണ്ടെന്ന് കേൾക്കുമോ എന്ന് ചോദിക്കുന്നത് ആ മാറ്റമുണ്ട്. പുഴു എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സിംഗിൾ മീൻസ് ഒരു അല്ല, ഇതിൻ്റെ കഥ ചർച്ചകളിലും കഥ ആദ്യം പറയുമ്പോഴും ഒക്കെ നമ്മളുണ്ടല്ലോ. അല്ലാതെ ഒരു കഥ സിനിമ സ്ക്രിപ്റ്റായിട്ടല്ലല്ലോ പലപ്പോഴും വായിക്കുന്നത്. ഒരു തോട്ട് എന്ന് പറഞ്ഞു വർക്ക് ചെയ്യും, ചിലപ്പോൾ ചിലതൊക്കെ നന്നാവും, ചിലത് നമ്മൾ പോവും. സിനിമയിൽ അങ്ങനെയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ ഈ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്കും അങ്ങനെ വലിയൊരു കൂട്ടായ്മയുണ്ട്, ഒരു കളക്റ്റീവ് എഫർട്ട് ഭയങ്കരമായിട്ടുണ്ട്. മറ്റതൊരു ഒരു ക്യാപ്റ്റൻ അല്ലേ, ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്, ഒരു ഡയറക്ടറിൽ നിന്നുള്ള അത് പോയിട്ടുണ്ട്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും കൂടെ ഒരു എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം. സ്ക്രിപ്റ്റിൻ്റെയും ഇപ്പം ലൊക്കേഷൻ നോക്കുന്നതിൽ പോലും ക്യാമറമാനും അസിസ്റ്റന്റ് ഡയറക്ടർമാരും എഡിറ്ററും മ്യൂസിക് ഡയറക്ടറും സകല സെറ്റപ്പും ഉണ്ടാവും, പല ആക്ടേഴ്സും ഉണ്ടാവും ചില സമയത്ത്. അതൊരു കളക്റ്റീവായിട്ട് അങ്ങനെയാണ് സിനിമകൾ വരുന്നത്. അതൊക്കെ അതുകൊണ്ടുള്ള റിസൾട്ട് ഭയങ്കരമാണ്. പണ്ടതല്ല, ഒരു കഥ തീരുമാനിച്ചു, പ്രൊഡ്യൂസറും ഡയറക്ടറും തീരുമാനിച്ചു, ഈ ആൾക്കാരെയൊക്കെ വെച്ചു, അവരൊക്കെ സമീപിച്ചു, അവരുണ്ട് ഇല്ലെങ്കിൽ വേറെ ആൾ, അങ്ങനത്തെ ഒരു ലൈനാണ്. അതൊക്കെ മാറിയിട്ടുണ്ട്.
ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നൊരു പ്രധാനപ്പെട്ടത് ഈ പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ളൊരു സ്വഭാവമൊക്കെ മാറി വരികയാണ്. ഇപ്പം KGF RR ഒക്കെ വലിയ സക്സസ് ആയപ്പോൾ നേരത്തെ ഇപ്പം തെന്നിന്ത്യൻ സിനിമയുടെയൊക്കെ സംഗതി മാറിയിട്ട് ഭാഷാ സിനിമകൾ കൂടി ഇപ്പം ഹിന്ദി സിനിമ പോലെ തന്നെ മലയാളത്തിൽ നിന്നൊക്കെയുള്ള ഭാഷാ സിനിമയ്ക്ക് എല്ലാ നേരത്തെ നമ്മൾ പറയുകയും ചെയ്തു ഈ കോവിഡിന് ശേഷമുള്ള OTT ഇത്. അപ്പോൾ ഭാഷാ സിനിമകൾ വലിയ രീതിയിൽ അങ്ങനെ ചർച്ചയാവുന്നു. അങ്ങനെ ഒരു ഹിന്ദി സ്പീക്കിംഗ് സിനിമ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് സിനിമ എന്ന് വെച്ചിട്ട് സിനിമ ഒരു ഒറ്റ ലാംഗ്വേജിൽ നിന്ന് എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണോ? അതെ, പിന്നെ നമ്മൾ തിങ്കളാഴ്ച സിനിമയില്ല, ആ സിനിമ കാശ്മീരിലെ ആൾക്കാർ കണ്ടു എന്നിട്ട് അവർ മെസ്സേജ് ചെയ്തു എന്ന് ആരോ പറയണ്ടായിരുന്നു. അതൊക്കെ അത്ഭുതങ്ങളല്ലേ, നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥ. അതുപോലെ ലോകത്തുള്ള എല്ലാ, ഞാൻ നേരത്തെ പറഞ്ഞ കൊറിയൻ സിനിമ നമ്മൾ കാണുന്നില്ലേ, അതുപോലെ നമ്മുടെ സിനിമയ്ക്കും ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുകയാണ്. അത് OTTയുടെ ഒരു അഡ്വാൻറ്റേജാണ്. നമ്മുടെ സിനിമകൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് മലയാള സിനിമകളാണ്, കണ്ടന്റ് വൈസ്. ഉള്ളടക്കത്തിൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ കുറച്ച് മുന്നിലാണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ പരീക്ഷണങ്ങൾ എന്നല്ല, നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ മേജർ ആക്ടേഴ്സും ഇതിനൊക്കെ ധൈര്യപ്പെട്ട് വരും. മറ്റേ ഒരു മേജർ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങളിൽ അപ്പുറത്തേക്ക് നമ്മൾ അതിൽ നിന്ന് വെട്ടിച്ചാടി ഇറങ്ങി. നമ്മളൊരുവിധം എല്ലാവരും ഈവൻ യങ്സ്റ്റേഴ്സ് ഓൾസോ, നമ്മൾ മാത്രമല്ല, എല്ലാവരും അതിനകത്തു നിന്നുള്ള ആ എന്താ പറയുക, ആ വേലി പൊളിച്ചു കഴിഞ്ഞു. ഏതുതരം പരീക്ഷണങ്ങൾക്കും പ്രേക്ഷകരും റെഡിയാണ്. നിങ്ങൾ കൊണ്ടുപോയി നോക്കട്ടെ എന്നുള്ള ലൈനിൽ അവർ നിൽപ്പുണ്ടല്ലോ. അതിനൊരു വലിയ കാര്യം. നമുക്ക് എന്തുതരം പരീക്ഷണങ്ങൾ ചെയ്യാം, അത് നല്ലതാണെങ്കിൽ സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഉണ്ടാകുക തന്നെയാണ്. അതിങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഉണ്ട് നമുക്ക്, നമ്മുടെ ഓഡിയൻസിന്.